ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നേക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൗത്ത് കൊറിയൻ ഡ്രാമയാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രാമ ടീച്ച് യു എ ലെസൺ എന്നൊരു ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഒരു ത്രില്ലർ ആക്ഷൻ ഡ്രാമയാണ്. ഓക്കെ, ഇന്നത്തെ ഈ പഠിക്കാത്ത ഈ കുറച്ച് എണ്ണങ്ങൾ ഇങ്ങോട്ടേക്ക് ജെൻസി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ അടിയൊക്കെ കിട്ടേണ്ട നല്ലൊരു ഡ്രാമയാണ്, എല്ലാവരും കാണണം. ഓക്കെ, നമുക്ക് കഥയിലോട്ട് പോകാം. കൊറിയയിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നടക്കുന്ന ബുള്ളിങ്ങും ടീച്ചേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങളും അഴിമതികളും എന്നിവയെ ആസ്പദമാക്കി ശക്തമായി എടുത്ത ഒരു ആക്ഷൻ ഡ്രാമയാണ് ഇത്. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം പൂർണ്ണമായി തകർന്നുപോയ ഒരു സമയം. ആ സമയത്ത് സർക്കാർ വന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു ടീമിനെ ഉണ്ടാക്കുകയാണ് ഈ വിദ്യാർത്ഥികൾക്ക് അച്ചടക്കം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ റൈറ്റ് പ്രൊട്ടക്ഷൻ റുബേറെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ടീം വരുന്നത്. ഈ ടീമിലെ പ്രധാന കഥാപാത്രമാണ് ആര്? നാഹാജിൻ, നമ്മുടെ ഹീറോ. ഈ നിയമത്തിൻ്റെ പിന്തുണയോടെ നമ്മുടെ ഹീറോ പ്രശ്നങ്ങളെല്ലാം സ്കൂളിലത്തെ പരിഹരിക്കാൻ പോകുന്നുണ്ട്. ബുള്ളിങ് ചെയ്യുന്ന സ്കൂൾ കുട്ടികളെയും അഴിമതിക്കാരായ ഓരോ എപ്പിസോഡിലും ഓരോ സ്കൂളിലെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് ഈ ഡ്രാമയിലൂടെ. ചിലയിടത്ത് ക്രൂരമായ ബുള്ളിങ്, ചിലയിടത്ത് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ, മറ്റു ചിലയിടത്ത് പണവും അധികാരവും ഉപയോഗിച്ച് സത്യം മറയ്ക്കുന്ന ആളുകൾ. നമ്മുടെ ഹീറോ ഒരു കാര്യത്തിലും പിന്നോട്ടില്ല. അദ്ദേഹം പ്രശ്നങ്ങളെല്ലാം വെറും അടിപിടിയിലൂടെ മാത്രമല്ല, ബുദ്ധിപൂർവമായും അന്വേഷണത്തിലൂടെയും പരിഹരിക്കുന്നു. തെറ്റ് ചെയ്തവർ ആരായാലും അവരുടെ പ്രവൃത്തികൾക്ക് അവർ തന്നെ ഉത്തരവാദിത്വം വഹിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതായത് നമ്മളെല്ലാവരും പറയുന്ന കർമ്മ. ഈ ഡ്രാമ ആക്ഷൻ മാത്രമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നു. ബുള്ളിങ്ങിൻ്റെ ഭീകരതകളും അധ്യാപകർക്ക് നേരിടുന്ന വെല്ലുവിളികളും വളരെ ശക്തമായാണ് അവതരിപ്പിക്കുന്ന ഒരു ഡ്രാമയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സാധാരണ സ്കൂൾ ഡ്രാമ മാത്രമല്ല, സമൂഹത്തിന് ഒരു ശക്തമായ സന്ദേശം നൽകുന്ന കഥ കൂടിയാണ്. ഇതാണ് ഈ കഥയുടെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ചുരുക്കം. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം. നിങ്ങളാണ് ഈ കഥയിൽ ഹീറോ ആയിട്ട് അവിടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഈ സ്കൂളിൽ നീതി നടപ്പാക്കാൻ എന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ഒന്ന്. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ, അടുത്ത വീഡിയോ കാണുന്നത് വരെ.